ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ എന്ത് എപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് പറയേണ്ടത് എന്ന് കൃത്യമായ രൂപത്തിൽ ട്യൂഷൻ എടുത്ത് കുറെ പെൺകുട്ടികളെ ഇറക്കി വിട്ടിട്ടാണ് ഈ ജിഹാദികൾ വല്ലാത്ത കളി കളിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിക്കെതിരെ ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിച്ചാലും ശരി, ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏതു വിഷയമാണെങ്കിലും നരേന്ദ്രമോദി അതിൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കും. ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. മുസ്ലിങ്ങൾക്ക് ഇവിടെ പൗരത്വം തെളിയിക്കേണ്ടി വരും. നരേന്ദ്രമോദി ഇന്ത്യയെ ഹൈന്ദവ രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയാണ് തയ്യാറെടുക്കുന്നത്. മുസ്ലിങ്ങളെയൊക്കെ പാകിസ്ഥാനിലേക്ക് പാക്ക് ചെയ്യാൻ പോകുകയാണ് എന്നൊക്കെയുള്ള കിംവദന്തികൾ പറഞ്ഞ് കുട്ടികളിൽ ആ രൂപത്തിൽ ഒരു ബോധനം ഉണ്ടാക്കിയെടുക്കുന്നതിൽ തീവ്ര ജിഹാദി മാധ്യമങ്ങളും തീവ്ര ജിഹാദി നേതാക്കളും ആ തീവ്രവാദികളായ മതപുരോഹിതന്മാരും ഏറെ വിജയിച്ചിട്ടുണ്ട്. ഞാൻ ഒരു തീവ്രവാദിയുടെ പ്രഭാഷണം മുമ്പ് നമ്മളത് ആ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തതാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ അടുത്ത വർഷം കേറത്തില്ല എന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. ശരി, അത് പറയാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യങ്ങൾ എല്ലാവർക്കുമുണ്ട്. പക്ഷെ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. തീപ്പൊരിയായി ഒരു തീവ്രവാദി പെൺകുട്ടി, അവൾ വേണമെങ്കിൽ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാനും സന്നദ്ധയായി പറഞ്ഞ ഒരു പ്രഭാഷണത്തിന്റെ ശകലം ഒന്ന് കേൾക്കണം. അവൾ ഇപ്പോൾ എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണ്? ഇപ്പോൾ അവർക്ക് ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി തിളച്ചു മറിയണ്ടായോ എന്നൊക്കെ ചോദിച്ചു പോകുവാണ്. ആ പ്രഭാഷണം ഒന്ന് കേൾക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ ഇത് പറയുന്നത്? ഇവർ ഇത്തരം ചൂട് പിടിച്ച പ്രഭാഷണങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ട് ഇപ്പോഴെവിടെ പോയിരിക്കുക? അവരെ കാണാനില്ല. പുതിയ പ്രഭാഷണത്തിന്റെ റിഹേഴ്സലിലാണോ, അതോ ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കുന്നതിന് വേണ്ടി പുതിയ ദേശീയ ഗാനങ്ങളും ദേശീയ പതാകയും ദേശീയ ചിഹ്നവും ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണോ, അതോ മുസ്ലിങ്ങളെ ഇനിയും എൻകറേജ് ചെയ്യിക്കുന്നതിന് വേണ്ടി ഇരുമ്പ് നിക്കർ തയ്ക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുവാണോ എന്നറിയില്ല. അത് പറയാൻ കാരണമുണ്ട്, ആക്ഷേപിക്കുന്നതല്ല. പെണ്ണിനെ തുന്നല് പഠിപ്പിച്ചാൽ മതി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പെണ്ണിങ്ങനെ പൊതുവേദിയിൽ വന്ന് തുള്ളാനും മറിയാനും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാനും ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. ആ ഇസ്ലാമിന്റെ നിയമങ്ങളെയും തെറ്റിച്ച് മുസ്ലിം സ്ത്രീകളെ ജിഹാദികളായി പൊട്ടിത്തെറിക്കാൻ പാകത്തിനുള്ള സ്ഫോടക വസ്തുക്കളായി മാറ്റുന്നതിൽ മുസ്ലിം പൗരോഹിത്യം ഏറെ വിജയിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇടകലരരുത്, വ്യായാമം പാടില്ല, പെണ്ണൊറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ഇനിയും സുനിത വില്യംസിനെ ഒക്കെ APAയോ അതല്ലെങ്കിൽ ഇബ്രാഹിം മൗലവിയെയോ ഒക്കെ കൂടെ വിടേണ്ടി വരുമായിരിക്കും. ഇനിയും സഹോദരനില്ല, പിതാവില്ല, പ്രായപൂർത്തിയായ ആൺമക്കളും ഇല്ലെങ്കിൽ അപ്പുറത്തെയും ഇപ്പുറത്തെയും വീടുകളിൽ നിന്ന് വാടകയ്ക്കെടുക്കാൻ പറ്റുമോ ആളെ? കാരണം ഇവരുടെ കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കിട്ടണമല്ലോ. ഇവരുടെ മക്കളെ പഠിപ്പിക്കണം. മക്കളുടെ ഭാവി ശോഭനമാക്കുന്നതിന് വേണ്ടി ഇവർക്ക് തൊഴിലെടുക്കേണ്ടി വരും. കാരണം ഇവർക്ക് അന്വേഷിച്ചു കൊടുക്കാൻ ആരുമില്ല. അധ്വാനിച്ച് ഇവരുടെ കുടുംബം പുലർത്താൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഇവർ പണിയെടുക്കേണ്ടി വരും. നഫീസുമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവരെയും സംബന്ധിച്ച് ഇതൊക്കെ തന്നെയാണ് അവരുടെ വിഷയങ്ങൾ. ശരി, പെണ്ണിനെ ഇവരുടെ അധികാര കസേരയ്ക്കു വേണ്ടി ഇസ്ലാം മത രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ള ടൂളായിട്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നോക്കിക്കോ, പേടിപ്പിക്കേണ്ടത് അവര് നമ്മളെയല്ല ഇനി പേടിപ്പിക്കേണ്ടത്. മോഡി അമിത്ഷയും പറഞ്ഞല്ലോ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ്, മോദി ആ പറഞ്ഞ ഇഞ്ചുണ്ടല്ലോ, അമിത്ഷാ നിങ്ങളെ നിൽക്കുന്ന ഇഞ്ച്. ഈ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെ ഇറക്കി വിട്ട് കളിച്ച ജിഹാദികൾ ഇവരെ ജാമിയ മില്ലിയയിലും JNUവിലും ബാംഗ്ലൂരിലെ PU കോളേജിലും ഒക്കെ നടന്ന പ്രക്ഷോഭം നമ്മൾ കണ്ടവരാണ്. ഹിജാബിന് വേണ്ടി മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വേഷം കെട്ടി ഇറക്കിച്ചു. അതുവരെ ആ പെൺകുട്ടി അങ്ങനെ ഒരു വേഷം ധരിച്ചിട്ടേ ഇല്ല. ആ വേഷം ധരിച്ച അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് ഹിജാബ് വിട്ട് കോളേജിന്റെ അങ്കണത്തിലേക്ക് ഇറങ്ങി. അതോടുകൂടി ആ പെൺകുട്ടിയുടെ തലവര മാറി എന്നതാണ് സത്യം. അൽ-ഖ്വയ്ദയുടെ നേതാവ് വരെ വിളിച്ചിട്ട് ഈ പെൺകുട്ടിയെ അനുമോദിക്കുന്നു. ഇനിയും തുടർന്ന് പഠിക്കാൻ എന്താണ് വേണ്ടതെങ്കിലും ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു. ഒടുവിൽ NIAയും EDയും മറ്റ് അന്വേഷണ സംഘങ്ങളും ഒക്കെ ആ പെൺകുട്ടിയുടെ വീട് വളയുന്നു. എന്താണ് ഈ പെൺകുട്ടിക്ക് ഇത്തരം തീവ്രവാദ സംഘടനകളുമായി ബന്ധം?
ഒടുവിൽ ആ പിതാവ് വന്ന് പറയുന്നു, നരേന്ദ്രമോദി, ഭാരതത്തിൽ ഞങ്ങൾക്ക് ഒരു രൂപത്തിലും ബുദ്ധിമുട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമനുസരിച്ച് വിശ്വസിച്ച് ഫോളോ ചെയ്ത് പ്രചരിപ്പിച്ച് ജീവിക്കാൻ ഈ മോദി ഭാരതത്തിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ദയവ് ചെയ്ത് നിങ്ങളായിട്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് രംഗത്ത് വരേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഈ തീവ്രവാദികളെയൊക്കെ പിടിച്ച് കെട്ടാൻ നമ്മുടെ രാജ്യത്ത് ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ശരി, ഈ പ്രസംഗം കേൾക്കൂ. പേടിപ്പിക്കേണ്ടത് അവര് നമ്മളെയല്ല ഇനി പേടിപ്പിക്കേണ്ടത്. മോഡി അമിത്ഷായും പറഞ്ഞല്ലോ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ്, മോദി ആ പറഞ്ഞ ഇഞ്ചുണ്ടല്ലോ, അമിത്ഷാ നിങ്ങളെ നിൽക്കുന്ന ഇഞ്ചുണ്ടല്ലോ, അത് നിങ്ങളുടെ അവസാനത്തെ ഇഞ്ചാണെന്ന് ഞാൻ കൊല്ലത്തിന് നിർത്തിവെച്ചോട് പറയുന്നു. ഇതിന്റെ പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല, നിങ്ങൾ വീണ് പോകും, സൂക്ഷിച്ചു എന്ന് അമിത്ഷായും മോദിയെയും നമ്മൾ ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമോഫോബിക് ആവാൻ, മുസ്ലിം വിരുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത്, അല്ലെ? ആസാദി മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ നമുക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു തരികയാണ്. എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആസാദി വിളിച്ചു. എല്ലാവരും വിളിച്ചു, ഞങ്ങളും വിളിച്ചു, ഞാനും വിളിക്കാറുണ്ട്. പക്ഷെ അതിനിടയിൽ അവളോടൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരി ഒന്ന് നിർത്താൻ പറഞ്ഞു. നീ ആ മുദ്രാവാക്യം വിളിക്കല്ലേ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കന്യാകുമാരി ജനകീയമൊക്കെ ഒരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത്? ആസാദി അവരുടെ മുദ്രാവാക്യമല്ലേ, എന്തിനാ നിർത്താൻ പറഞ്ഞത്? പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, കശ്മീർ മാങ്കെ എന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത്. അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു. കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട്. കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പം എടുത്തോണ്ടു. ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, RSSനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുദ്രാവാക്യങ്ങൾ? ആലോചിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ഇസ്ലാമോഫോബിയെ വിളിക്കണം. അമിത്ഷാ തേരെ നാം, അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ എന്നാണ്. ചെപ്പല് നക്കികളെ നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ എന്നാണ്. വിളിക്കില്ലേ? योगी मोदी तेरे नाम, तो दिल्ली पुलिस तेरे नाम, यूपी पुलिस तेरे नाम. അലനെയും താഹയും വെറുതെ വിട്ടില്ലെങ്കിൽ പിണറായി പോലീസ് तेरे नाम, तो यूपी पुलिस तेरे नाम, तो NRC तेरे नाम, अरे CAA तेरे नाम, तो NPR तेरे नाम. ആസാദിന്റെ മുദ്രാവാക്യം രാഷ്ട്രീയം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ ആസാദി വിളിക്കുകയാണ്. നിങ്ങൾ ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട്. തോമ്മിലിക്കർ പോലോ, അരെ ദോസ്ത പോലോ, BJP से, अरे RSS से, अरे सुन ले मोदी, तो सुन ले अमित शाह, तू कुछ भी कर लो, तू कुछ भी कर लो. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ജയിലിൽ അടച്ചോ, വെടിയുണ്ട വെച്ചോ, പോലീസിനെ വിളിച്ചോ, तू कुछ भी कर लो, तू जेल में डालो, तो पुलिस बुला लो, गोली मारो, मिलकर मांगे, जोर से मांगे, कश्मीर मांगे, यूपी भी मांगे, आसाम मांगे, तो कोल्लम मांगे, तो कोल्लम मांगे, NRC से, NPR से, तो CAA से, ये तमिलनाड से, ये संघवाद से, वो ब्रह्मवाद से, ये संघवाद से. ഇവരൊക്കെ ഇപ്പോഴെവിടെയാണ് എന്ന് ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവരൊക്കെ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ മൂക്കിൽ കൂടെ കയറ്റുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ മോദി അമിത്ഷായും ഈ പെൺകുട്ടി കൊല്ലത്ത് പ്രസംഗിച്ചതോടുകൂടി പേടിച്ചും ഭയന്ന് കിടുങ്ങി. ഈ പെൺകുട്ടിയുടെ വീട് പിന്നീട് NIA വളഞ്ഞ് ഇവരെ പൊക്കിയെടുത്ത് ഫ്ലൈറ്റിൽ കൊണ്ടുപോയി പോപ്പുലർ ഫ്രണ്ടുകാരോടൊപ്പം തീഹാർ ജയിലിൽ ഇടുമെന്നൊക്കെയാണ് ഇവർ വിചാരിച്ചിരുന്നത്. എന്നാൽ അടുത്തത് ഇരവാദം ഉന്നയിച്ച് വരാമല്ലോ. ഒരു പെൺകുട്ടിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, കലാലയ രാഷ്ട്രീയത്തില് മുസ്ലിം പെൺകുട്ടികളെ അടിച്ചമർത്തുന്നു എന്നൊക്കെ പറഞ്ഞ്
ഇവരുടെ അവകാശങ്ങൾ സ്ഥാപിക്കാനാണ് എന്ന വ്യാജേന രംഗത്ത് വരാമായിരുന്നു. ഈ തട്ടമിട്ട തീവ്രവാദികളെ ഒന്നും ഇപ്പോൾ കാണാനില്ല. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരത്തില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇവര്. ഇങ്ങനെ കുറെ ചീള് കേസുകളെയൊക്കെ ഇറക്കി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അങ്ങ് അധികാര കസേരയിൽ നിന്നും ആട്ടി ഓടിക്കാം എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. മുസ്കാൻ ഖാനും തെറ്റിപ്പോയി. ആ പെൺകുട്ടിക്ക് പിന്നീട് വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ടു, വീട്ടിനകത്തിരുന്നു. അത്രയ്ക്ക് ആ പെൺകുട്ടി ബുദ്ധിമുട്ടി. PU കോളേജിൽ ഹിജാബിന് അനുകൂല സമരവുമായിട്ട് അല്ലാഹു അക്ബർ എന്ന് മുഴക്കി ഇറങ്ങിയതാ. പോയി. ഈ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് അറിയത്തില്ല. നന്ദി.